നമസ്കാരം. നമ്മൾ +1 അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരെ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നു. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ നോട്ട്സാണ്. അതുമായി ബന്ധപ്പെട്ട ഏരിയ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, ചാപ്റ്റർ നമ്പർ 1, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഇവിടെ നിങ്ങൾക്ക് 3 മീനിങ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ളത് അത് നോക്കിപ്പോൾ 2 മീനിങ് തന്നിട്ടുണ്ട്. ഒന്ന് ഡെഫിനിഷനാണ്, അവസാന ഭാഗം പറയുന്നതാണ് അതിൻ്റെ മീനിങ്. നിങ്ങൾക്ക് നോക്കി ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, നിർബന്ധമില്ല. ബാക്കിയൊക്കെ എല്ലാം കൂടി പഠിക്കണം നിർബന്ധമില്ല. ഇൻവെർട്ടഡ് കോമ തന്നതാണ് ഡെഫിനിഷൻ, അതിന് താഴെ തന്നതും മീനിങ് ആയിട്ട് കണക്കാക്കാം. ഇനി അതല്ല, രണ്ടിനും കൂടി ചേർത്ത് അവസാനമുള്ള മീനിങ് പഠിച്ചാലും മതി, കുഴപ്പമില്ല. സോ അക്കൗണ്ടിങ് ഈസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് റിസീവ്സ് ഡാറ്റ ഇൻപുട്സ്, processes the same and give its output in the form of information which is useful for decision making. So accounting as an information system, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡാറ്റ ഇൻപുട്ടായി സ്വീകരിക്കുന്നു, അതിനെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നു, ഇൻഫർമേഷൻ ഔട്ട്പുട്ടായി നൽകുന്നു, അത് യൂസേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അക്കൗണ്ടിങ് ഈസ് ഓൾസോ കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് ബൈ പബ്ലിക് അക്കൗണ്ടൻസ് AICPA ഡിഫൈൻസ്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് AICPA തന്നിട്ടുള്ള ഡെഫിനിഷനാണ്: അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, transactions and events which are in part at least of financial character and interpreting the results thereof. അപ്പോൾ ഇതിൽ ഉള്ള ING ഫോം വരുന്നത് നോക്കുക. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു വേർബാണ്, അപ്പോൾ അതിൽ ഒരു പ്രോസസ്സാണ്. അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്: റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കാം: രേഖപ്പെടുത്തലിൻ്റെ കല, തരംതിരിക്കലിൻ്റെ, സംഗ്രഹിക്കലിൻ്റെ, ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, എന്താണ് ഇന്ന സിഗ്നിഫിക്കൻറ്റ്, വളരെ സീരിയസ് ആയിട്ടുള്ള മാനറിൽ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സീരിയസ് ആയ രീതിയിൽ ഈ പറയുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. എങ്ങനെയുള്ളതായിരിക്കണം ട്രാൻസാക്ഷൻസ് ഒക്കെ? മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതായിരിക്കണം, ഭാഗികമായെങ്കിലും ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളതായിരിക്കണം. അങ്ങനെ ഈ കാര്യങ്ങളുടെയൊക്കെ ക്ലാസിഫൈ, സമ്മറൈസ് ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, വിവരിച്ചു കൊടുക്കലും പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായി വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ഈവൻസ് റെക്കോർഡ് ചെയ്യലും, ക്ലാസിഫൈ ചെയ്യലും, സമ്മറൈസ് ചെയ്യലും, അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യലുമാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. Thus, accounting is the art of recording, classifying, summarizing, analyzing, and interpreting the financial transactions and communicating the results to the interested person. So, ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. Qualitative characteristics of accounting information. Accounting information qualitative characteristics. In order to ensure the objectivity in reporting and validity in the system, accounting information must possess certain qualitative characteristics as shown below. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഒരു ഒബ്ജക്റ്റിവിറ്റി പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഫാക്ട്സ്, അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, വാലിഡിറ്റി, അതിൻ്റെ മൂല്യം ഉറപ്പുവരുത്തണമെങ്കിൽ അതിന് താഴെ പറയുന്ന ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം, ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷന് താഴെ പറയുന്ന ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ, റിലയബിലിറ്റി. ഇറ്റ് മസ്റ്റ് ബി റിലയബിൾ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി റിലയബിൾ if it is free from bias and faithfully represents the facts,
ഫ്രീ ഫ്രം ബയസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് വളച്ചൊടിക്കാം. അങ്ങനെ ആവാൻ പാടില്ല എന്നാണ്. ഫ്രീ ഫ്രം ബയസ്, ഇംപാർഷ്യൽ ആയിരിക്കണം, പാർഷ്യാലിറ്റി ഉണ്ടാകരുത്. റെലവൻസ്, ദ ഇൻഫർമേഷൻ ടു ബി റെലവൻറ്റ് ഇറ്റ് മസ്റ്റ് ബി അവൈൽഡ് ഇൻ ടൈം. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ റെലവൻ്റ് ആവണമെങ്കിൽ, പ്രസക്തമാവണമെങ്കിൽ, അത് ലഭിക്കുന്ന ആൾക്ക് റെലവൻ്റ് ആവണമെങ്കിൽ അത് ഇൻ ടൈം ലഭിക്കണം, കൃത്യസമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ലഭിക്കണം. അണ്ടർസ്റ്റാൻഡബിലിറ്റി, ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദോസ് ടു ഹൂം ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ആർക്ക് വേണ്ടിയാണോ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആ ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാവണം, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ്. Comparability, it means that the accounting report should be comparable with other firms to identify similarities or differences. നമ്മളൊരു താരതമ്യ പഠനം നടത്തണമെങ്കിൽ എന്തൊക്കെ സാദൃശ്യങ്ങളുണ്ട്, എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ രണ്ടും കമ്പയറബിൾ ആയിരിക്കണം. ടു അച്ചീവ് ദിസ്, ദ പീരീഡ്, ദ ഫോമാറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എക്സെട്ര ഷുഡ് ബി ദ സെയിം. ഇപ്പോൾ ഈ ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കാലയളവിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ കമ്പയർ ചെയ്യുന്നത് അത് സെയിം ആയിരിക്കണം, അതിൻ്റെ ഘടന സെയിം ആയിരിക്കണം, അതിൽ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഒന്നിൽ പിന്നെ റുപ്പീസിലും മറ്റതിൽ ഡോളറിലും, അപ്പോൾ അത് കമ്പാരിസന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതേപോലെ അതിൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, അസംഷൻസ് ഇതൊക്കെ സെയിം ആയിരിക്കണം, എന്നാലാണ് എളുപ്പത്തിൽ അത് കമ്പയറബിൾ ആവുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. Business managers cannot remember every transaction and event that has taken place in their business. Hence, it is to be recorded, which will be helpful in taking decisions to find out errors, if any, in future. To maintain business records. Business managers എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കാൻ സാധിക്കില്ല. എല്ലാ ട്രാൻസാക്ഷനും ഈവൻറ്റും that has taken place ആണ് സംഭവിച്ചത് in their business. Hence, it is to be recorded. അത് എന്തിനു സഹായിക്കും? അത് which will be helpful in taking decisions and to find out errors, if any, in future. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനൊക്കെ അത് സഹായിക്കും. ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിച്ച മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഭാവിയിൽ അത് റെക്ടിഫൈ ചെയ്യാനും സാധിക്കും, തിരുത്താനും സാധിക്കും. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭമാണോ നഷ്ടമാണോ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കണക്കാക്കാൻ സഹായിക്കുന്നു. അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ് to the enterprise by preparing a profit and loss account, trading and profit and loss account. അത് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് സ്ഥാപനത്തിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അസർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. It implied the financial strength of the business in terms of assets and liabilities, and it is revealed by preparing a balance sheet. അപ്പം ഇതിൽ എന്താണ് അന്തർലീനമായിരിക്കുന്നത്, ഇംപ്ലൈഡ് ആയിട്ടുള്ളത്? സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക കരുത്ത് എത്രമാത്രം ഉണ്ടെന്ന്, ഇൻ ടേംസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റിനെയും ലയബിലിറ്റിയെയും പരിശോധിച്ച് ഒരു സ്ഥാപനത്തിന് എത്രമാത്രം സാമ്പത്തികമായി കരുത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്കിത് സഹായകരമാണ്. അത് എങ്ങനെയാണ് റിവീൽ ചെയ്യുന്നത്, വെളിപ്പെടുന്നത്? ബൈ പ്രിപ്പയറിങ് എ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയാണ് അത് വെളിപ്പെടുന്നത്. അടുത്ത് നോക്കൂ, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. The accounting information obtained from records should be communicated to interested parties like owners, creditors, bankers, government, employees, etc. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ താല്പര്യമുള്ള ആളുകൾക്ക് അറിയിക്കണം, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ആരൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ട പോലെ ഓണേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബാങ്കേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, എംപ്ലോയീസ്, ഇവരൊക്കെ നമ്മളിത് അറിയിക്കണം. ഇനിയാണ് നമ്മൾ കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്, 20 ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് ഫോക്കസ് ഏരിയയിൽ പറയാത്തിടത്തോളം കാലം നമ്മളെല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. സോ ബേസിക് അക്കൗണ്ടിങ് ടേംസ്. എൻറ്റിറ്റി. എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഒരു സ്വതന്ത്രമായ നിലനിൽപ്പുള്ള, വ്യക്തിനിഷ്ഠമായ നിലനിൽപ്പുള്ള ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു ഇതിലാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് വിളിക്കുക. എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി, ഒരു സത്വം ഉള്ളത്, ഒരു ഐഡൻറ്റിറ്റി ഉള്ളത്. ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എന്റർപ്രൈസ് ലൈക്ക് സൂപ്പർ ബസാർ, ജ്വല്ലേഴ്സ്, ITC ലിമിറ്റഡ്, എക്സെട്ര. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഒരു കൃത്യമായ ഒരു പേരുള്ള, കൃത്യമായ ഒരു ഐഡൻറ്റിറ്റിയുള്ള, ഒരു അഡ്രസ്സുള്ള
സ്ഥാപനം. An accounting system is always devised for specific business entity, also called accounting entity. ഇതിന്റെ മറ്റൊരു പേരാണ് accounting entity. ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്തിനു വേണ്ടി ആണ് പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു സ്പെസിഫിക് ആയ ബിസിനസ് കൺസേണിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അക്കൗണ്ടിങ് സിസ്റ്റം. അടുത്ത് നോക്കൂ, ട്രാൻസാക്ഷൻ. The dealing of businessman with an external party, which can be expressed in monetary terms, is called business transaction. In other words, all economic events in a business organization is known as transaction. Business ഒരു ഭാഗത്തും മറുഭാഗത്ത് വേറൊരു എൻറ്റിറ്റിയും, നേരത്തെ പറഞ്ഞ എൻറ്റിറ്റിയും, രണ്ട് എൻറ്റിറ്റീസിൻ്റെ ഇടയിലുള്ള ഡീലിങ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു എൻഡിൽ ബിസിനസ്, മറ്റേ എൻഡിൽ മറ്റൊരു ബിസിനസ് ആവാം. ഒരു എൻഡിൽ ബിസിനസ്സും മറ്റേ എൻഡിൽ കസ്റ്റമറുമാവാം. ഒരു എൻഡിൽ ബിസിനസ്സും മറ്റേ എൻഡിൽ ബാങ്കുമാവാം. ടാക്സ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ബിസിനസ്സും ഗവൺമെൻറ്റുമാവാം. പിന്നെ സാലറി കൊടുക്കുന്ന സമയത്താണെങ്കിൽ ബിസിനസ്സും എംപ്ലോയീസുമാവാം. നമ്മൾ സാധനം കടം വാങ്ങുന്ന സമയത്ത് ബിസിനസ്സും ക്രെഡിറ്റേഴ്സുമാവാം. ഈ രീതിയിൽ ഇതിനാണ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത അസറ്റ്സ്. These are the economic resources or material things or properties of business, including the amount due from others, which can be expressed in monetary terms. എന്താണ് അസറ്റ് എന്ന് പറയുന്നത്? ബിസിനസ്സിൻ്റെ എക്കണോമിക് റിസോഴ്സസ്. എന്തൊക്കെ ഉണ്ടാവാം അസറ്റ് എന്ന് പറയുന്നത്? ബിസിനസ്സിൻ്റെ ലാൻഡ് ഉണ്ടാവാം, ബിൽഡിംഗ് ഉണ്ടാവാം, വെഹിക്കിൾസ് ഉണ്ടാവാം, ഫേർണിച്ചർ ഉണ്ടാവാം, മെഷീനറീസ് ഉണ്ടാവാം, ഇങ്ങനെയുള്ള പല സാധനങ്ങൾ. അതിലെന്തുകൂടി ഉൾപ്പെടുന്നു? ഇൻക്ലൂഡിങ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം അതേഴ്സ്, മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള കാശ്, which can be expressed in monetary terms. പണത്തിൻ്റെ മൂല്യത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഇത്തരം എല്ലാ അസറ്റും നമ്മളെ ഇതിൻ്റെ കവറേജിൽ വരുന്നു. ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റ് എന്നും നമുക്ക് അസറ്റിനെ തരംതിരിക്കാം. അടുത്ത് നോക്കൂ, ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് ആർ ദി ഒബ്ലിഗേഷൻസ് വിച്ച് ആൻ എന്റർപ്രൈസ് ഓസ്. ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബിസിനസിൻ്റെ കടപ്പാടുകൾ, ഒബ്ലിഗേഷൻസ്, ബാധ്യതകൾ, അതിനാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒബ്ലിഗേഷൻസ് വിച്ച് ആൻ എന്റർപ്രൈസ് ഓസ്. ഓസ് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നു, മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള തുക, അതിൻ്റെ ആകെ തുകയ്ക്കാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി എമൗണ്ട് പേയബിൾ, കൊടുക്കാനുള്ള തുകയാണ് അത് പ്രതിനിധീകരിക്കുന്നത്, ബൈ ദ ബിസിനസ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ കൊടുക്കാനുള്ള തുക. ലയബിലിറ്റീസ് ആർ ക്ലാസിഫൈഡ് ആസ് കറണ്ട് ആൻഡ് നോൺ കറണ്ട്. മുകളിൽ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്. ഇവിടെ അതേപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി ഓർ ഫിക്സ്ഡ് ലയബിലിറ്റി, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോൺ എക്സെട്ര ആർ എക്സാമ്പിൾസ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ആൻഡ് നോൺ കറണ്ട് എന്താണ് വ്യത്യാസം? കറണ്ട് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ആർ ഇൻവോൾവ് ഇൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ബിസിനസിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡേ ടു ഡേ ഫങ്ഷനിങ്ങിൻ്റെ ഭാഗമായി അറൈസ് ചെയ്യുന്നതാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാവും. അത് കസ്റ്റമറുടെ അടുത്തെത്തി അത് ക്യാഷായി മാറുന്ന വരെയുള്ളതാണ് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അസറ്റാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ആർ റിയലൈസ്ഡ് ഓർ സെറ്റിൽഡ് വിത്തിൻ 12 months. 12 മാസത്തിനുള്ളിൽ ക്യാഷായി മാറും. അതായത് ഒരു കൊല്ലമാണ് ഈ കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിൻ്റെയും ആയുസ്. അതിനുള്ളിൽ അത് ക്യാഷായി മാറും. ലയബിലിറ്റി ആണെങ്കിൽ കൊടുത്തു തീർക്കണം, അസറ്റ് ആണെങ്കിൽ അത് ക്യാഷായി മാറും ഒരു കൊല്ലത്തിനുള്ളിൽ. കറണ്ട് ഐറ്റംസ് ആർ പ്രൈമർലി ഫോർ ട്രേഡിംഗ്. വ്യാപാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കറണ്ട് അസറ്റ്സ്, കറണ്ട് ഐറ്റംസ്. കറണ്ട് ഐറ്റംസ് ആർ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലന്റ്. ക്യാഷോ ക്യാഷിന് തുല്യമായിട്ടുള്ളതോ, അതായത് എളുപ്പത്തിൽ ക്യാഷായി മാറാൻ സാധ്യതയുള്ള പിന്നെ അസറ്റ്, അതിനാണ് കറണ്ട് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പം ലയബിലിറ്റി ആണെങ്കിലും പെട്ടെന്ന് തന്നെ അതെന്തായി മാറും, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റി കൊടുത്ത് തീർക്കണം, അതാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ assets which are held in business for a short period, normally less than 1 year. Current liabilities എന്ന് പറയുന്നതാണ് liabilities which are to be paid off within a short period, normally within 1 year. ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ, അതിനാണ് കറണ്ട് ലയബിലിറ്റി പറയുന്നത്. അതേപോലെ തന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ ക്യാഷായി മാറുന്ന അസറ്റിനെയാണ് നമ്മൾ ഇത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഒരു കൊല്ലത്തിനുള്ളിൽ. അല്ലാതെ ഇപ്പോൾ ഒരാൾ മെനക്കെട്ട് ലാൻഡ് വിൽക്കണം എന്ന് വിചാരിച്ച് നടക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് വിൽക്കാൻ പറ്റും, അതല്ല ഉദ്ദേശിച്ചത്. നോർമലി ബിസിനസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാഷായി മാറുന്ന, ഒരു കൊല്ലത്തിനുള്ളിൽ ക്യാഷായി മാറുന്ന അസറ്റ്. ക്യാപിറ്റൽ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ വേർഡാണ്. ഇറ്റ് ഈസ് ദി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദി ഓണേഴ്സ് ഫോർ യൂസ് ഇൻ ബിസിനസ്. ബിസിനസ്സിന് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള നിക്ഷേപം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഓണേഴ്സ്
ഫോർ യൂസ് ഇൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം മൂലധനം എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ മറ്റൊരു പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി. സെയിൽസ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ടോട്ടൽ റവന്യൂ ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു കസ്റ്റമേഴ്സ്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? റെപ്രസെൻറ്റ്സ് ടോട്ടൽ റവന്യൂ, ആകെയുള്ള വരുമാനം ഏൺഡ് ബൈ ബിസിനസ് നേടിയെടുത്തത് ഇതുവഴി ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നത് വഴി ഒരു ബിസിനസ് നേടിയെടുക്കുന്ന ആകെ വരുമാനത്തിനാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. അതിൽ ഈ രണ്ട് കാര്യങ്ങളും വരുന്നു. ക്യാഷ് സെയിൽസ് ആണ് ക്യാഷിന് സാധനങ്ങൾ വിൽക്കുക, ക്രെഡിറ്റ് സെയിൽസ് ആണ് കടത്തിന് സാധനങ്ങൾ വിൽക്കുക. ഇനി എന്താണ് റവന്യൂസ് ഓർ ഇൻകം? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി എമൗണ്ട് ഓഫ് എ ബിസിനസ് ഏൺസ് ത്രൂ ദ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് സാധനങ്ങൾ നൽകുന്നത് വഴി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് സേവനങ്ങൾ നൽകുന്നത് വഴി ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന ആകെ തുകയ്ക്കാണ് നമുക്ക് റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ്, അതിൽ എന്തുകൂടി വരുന്നുണ്ട്? ഏണിങ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് എക്സെട്ര. അതുകൂടി അതിൽ വരുന്നുണ്ട്. വെറും വിറ്റ് കിട്ടുന്ന തുക മാത്രമല്ല, അതിനൊപ്പം ഈ പറയുന്ന റവന്യൂസും കൂടി വരുന്നുണ്ട്. അടുത്ത എക്സ്പെൻസസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി എമൗണ്ട് സ്പെൻഡ് ടു ഏൺ റവന്യൂ. നമുക്കൊരു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ചെലവഴിക്കണം ആദ്യം. അതിനുള്ള എക്സാമ്പിളാണ് റെന്റ്, വേജസ്, സാലറീസ്. ഇതിനെല്ലാം ചേർത്താണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനോട് ചേർന്ന് സാദൃശ്യമുള്ള ഒരു മറ്റൊരു വേർഡ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിൽ എക്സ്പെൻസ് വരുന്നുണ്ട്, പക്ഷെ അത് മാത്രമല്ല വരുന്നത്. അവൻ നോക്കാം. Spending money or incurring a liability for some benefit, service or property received is called expenditure. ഇതിനാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പണം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇൻകറിങ് എ ലയബിലിറ്റി. ഒരു ലയബിലിറ്റി നമ്മൾ ഇൻകർ ചെയ്യാൻ, ഫോർ സം ബെനിഫിറ്റ്, സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സേവനവുമായി ബന്ധപ്പെട്ട്, ഒരു ലയബിലിറ്റിയായി ബന്ധപ്പെട്ട്, ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്ന, പ്രോപ്പർട്ടി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെലവഴിക്കുന്ന തുകയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ലയബിലിറ്റി നമ്മൾ തിരിച്ചടയ്ക്കുന്നു, അത് നമ്മളെ സംബന്ധിച്ചൊരു എക്സ്പെൻഡിച്ചറാണ്. ഒരു സേവനം നമുക്ക് ലഭിക്കുന്നു, നമ്മൾ പിന്നെ ബസ്സിന് പോകുന്നു, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ചിലവ്. ഒരു ലാൻഡ് പ്രോപ്പർട്ടി നമ്മൾ വാങ്ങുന്നു, അപ്പോൾ ഇതൊക്കെ ചിലവുകളാണ്. Purchase of goods, purchase of machinery, purchase of furniture are examples of expenditure. ഈ പറഞ്ഞൊക്കെ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിളാണ്. ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സോസ്റ്റഡ് വിത്തിൻ എ ഇയർ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ്. ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചിലവാക്കിയ തുകയിൽ നിന്ന് ലഭിക്കുന്ന ഗുണം ഒരു കൊല്ലത്തിനുള്ളിൽ തീരുന്നുവെങ്കിൽ അതിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് വിളിക്കുക. അതായത് എക്സ്പെൻസ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ്. എക്സ്പെൻസ് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് കണക്കാക്കണം. അതായത് നമ്മളൊരു കൊല്ലത്തേക്കുള്ള ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു കൊല്ലം നമുക്കതിൻ്റെ സേവനം കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പോൾ അത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതേസമയം നമ്മളൊരു ലാൻഡ് വാങ്ങുന്നു. ലാൻഡ് എന്നുള്ള ഗുണം നമുക്ക് ഒരുപാട് കാലങ്ങളോളം കിട്ടും. മിഷനറി വാങ്ങാൻ ചിലവഴിച്ച തുകയിൽ നിന്നുള്ള ഗുണം ഒരുപാട് കാലങ്ങൾ കിട്ടും. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ദി ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ മോർ ദാൻ എ ഇയർ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ്, also called capital expenditure, such as purchase of machinery, furniture, etc. അപ്പോൾ ഒരു കൊല്ലത്തിൽ കൂടുതൽ നമ്മൾ ഒരു എക്സ്പെൻഡിച്ചറിന് വേണ്ടി കാശ് ചിലവാക്കി അതിനുള്ള ഗുണം ഒരു കൊല്ലത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുവെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഒരു കൊല്ലം വരെ നീണ്ടു നിൽക്കുന്നുള്ളൂ എങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ അതിനെ എക്സ്പെൻസ് എന്ന് വിളിക്കും. അടുത്ത് നോക്കൂ, പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഇൻ an accounting year and represents increase in capital. ഇതാണ് ലാഭം. ആകെയുള്ള വരുമാനം ആകെയുള്ള ചെലവിനേക്കാളും കൂടുതലാണെങ്കിൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഇൻ എൻ അക്കൗണ്ടിങ് ഇയർ ആൻഡ് റെപ്രസെൻറ്റ്സ് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ. സ്വാഭാവികമായിട്ടും ലാഭം വന്നു കഴിയുമ്പോൾ ക്യാപിറ്റൽ മൂലധനം കൂടും. കാരണം ലാഭം മുഴുവനായി ആർക്കുള്ളത് തന്നെയാണ്? ഓണർക്കുള്ളതാണ്. ഓണറുടെ മൂലധനം വർദ്ധിക്കും. അടുത്ത ഗെയിൻ. ഇപ്പം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പ്രോഫിറ്റും ഗെയിനും തമ്മിൽ എന്നത് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും. എ പ്രോഫിറ്റ് ദാറ്റ് അറൈസസ് ഫ്രം ഈവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ്, സച്ച് ആസ് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, winning a court case, appreciation in the value of asset, etc. ഇത് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഒരു കോടതിയിൽ ഒരു കേസ് വിജയിക്കുക, അസറ്റിൻ്റെ വില പതുക്കെ അങ്ങ് കൂടുക, ലാൻഡ് നമ്മൾ ആദ്യമായി പതുക്കെ കൂടി, അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രോഫിറ്റ് നല്ല വിളിക്കാം. അതേപോലെ ബിസിനസ് ഫങ്ഷൻ ചെയ്യുന്നത് അതിൻ്റെ ഫിക്സഡ് അസറ്റ് വിൽക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് ഇൻസിഡൻ്റലി വിൽക്കുന്നു, സാന്ദർഭികമായി വിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നു.
അപ്പോൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാകുന്നു. അതിനൊക്കെ നമ്മൾ പ്രോഫിറ്റ് നല്ല ഉപയോഗിക്കേണ്ടത്, അതിന് ഗെയിൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അക്കൗണ്ടിങ് ടേം, ഈ ഒരു അക്കൗണ്ടിങ് ടേമാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ലോസ്. It is the excess of expenses over revenue in an accounting year and represents reduction in owner's equity or capital investment. അത് നേരത്തെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആകെ ചെലവുകൾ ആകെ വരവുകളെക്കാളും കൂടുതലാണ് ഒരു അക്കൗണ്ടിങ് ഇയർ എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലോസ് എന്ന് വിളിക്കുന്നു. അത് ഓണറുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറയാൻ കാരണമാവുന്നു. പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ കൂടും, ലോസ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ കുറയും. അടുത്ത് നോക്കൂ, ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഇസ് ദ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിൽക്കുന്ന സാധനങ്ങളുടെ മുകളിൽ അനുവദിക്കുന്ന കിഴിവിനാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇറ്റ് മേ ബി ഓഫ് ടു ടൈപ്സ്, രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഇസ് ദി ഡിഡക്ഷൻ ഓഫ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ്. സാധനം വിൽക്കുന്ന സമയത്ത് തന്നെ, ഇതാണ് നമുക്ക് സാധാരണ നോർമൽ കസ്റ്റമേഴ്സിന് കിട്ടാറുള്ളത് ഇതാണ്. അതായത് സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഒരു ബില്ലിൽ അപ്പം തന്നെ അയാൾ കുറച്ച് ഒരു 1050 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ അയാൾ റൗണ്ട് ചെയ്ത് 50 രൂപ കുറച്ച് അയാൾ 1000 രൂപ നമ്മുടെ അടുത്ത് വാങ്ങുള്ളൂ. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ബില്ലിൽ തന്നെ കുറച്ച് കാണിക്കുന്നു. വേറെ ക്യാഷ് ഡിസ്കൗണ്ട് മീൻസ് എ ഡിഡക്ഷൻ ഇൻ ദ എമൗണ്ട് പേയബിൾ ബൈ ഡെറ്റർ വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. ഈ ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ഡെറ്റർ, അതായത് നമുക്ക് കാശ് തരാനുള്ള ആൾ നമുക്ക് കൃത്യസമയത്ത് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ച സമയത്തിന് മുൻപ് അയാൾ കാശ് തരുമ്പോൾ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു കിഴിവിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഡെറ്റർക്ക് ബിസിനസ് കൊടുക്കുന്ന കിഴിവാണ്, ഡെറ്റർക്ക് ക്രെഡിറ്റർ കൊടുക്കുന്ന കിഴിവാണ്, അയാൾ പെട്ടെന്ന് തന്നതിന് പകരമായിട്ട്, ക്വിക്കായിട്ട് അയാൾക്ക് തരാനുള്ള എമൗണ്ട് തന്നതിന് പകരമായിട്ട് കൊടുക്കുന്നതാണ്. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ബൾക്കായിട്ട് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കിട്ടുന്നൊരു കുറവാണ്. ബൾക്ക് പർച്ചേസ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റേതാണെങ്കിൽ ക്വിക്ക് പേയ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അടുത്ത് വൗച്ചർ. വൗച്ചർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ബില്ല്, ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് വൗച്ചർ. ഒരു ട്രാൻസാക്ഷനുള്ള ഡോക്യുമെൻ്ററി, രേഖ മൂലമുള്ള തെളിവ്, അതിനാണ് നമ്മൾ വൗച്ചർ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ബൈ ഗുഡ്സ് ഫോർ ക്യാഷ് വി ഗെറ്റ് ക്യാഷ് മെമ്മോ. ക്യാഷ് മെമ്മോ പറഞ്ഞാൽ ബില്ല് എന്നർത്ഥമുള്ളൂ. നമ്മൾ സാധനം വാങ്ങുമ്പോൾ അതിന് തെളിവായിട്ട് നമുക്കൊരു ബില്ല് കിട്ടുന്നു. ഇഫ് യു ബൈ ഓൺ ക്രെഡിറ്റ് വി ഗെറ്റ് ഇൻവോയ്സ്. നമ്മൾ കടത്തിനാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഇൻവോയ്സ് പകരമായിട്ട് കിട്ടും, അതും ബില്ല് തന്നെയാണ്. വെൻ ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ ക്യാഷ് മെമ്മോ, കടത്തിനാണ് വാങ്ങുന്നതെങ്കിൽ ഇൻവോയ്സ്. വെൻ വി മേക്ക് പേയ്മെൻറ്റ് വി ഗെറ്റ് എ റെസീറ്റ് ആൻഡ് സോ ഓൺ. നമ്മൾ കാശ് കൊടുക്കുമ്പോൾ നമുക്കൊരു റെസീറ്റ് കിട്ടും. അങ്ങനെ അതിനാണ് വൗച്ചർ എന്ന് പറയുന്നത്. അടുത്ത ഗുഡ്സ്. നിങ്ങൾ ഡെബിറ്റ് നോട്ട് വൗച്ചർ, ക്രെഡിറ്റ് നോട്ട് വൗച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടാണ്. ഗുഡ്സ് എന്ന് പറയുന്നതാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ കമോഡിറ്റീസ്, പ്രൊഡക്ട്സ്, ആർട്ടിക്കിൾസ് ഓർ തിങ്സ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽസ്. ഒരു ട്രേഡർ ഡീൽ ചെയ്യുന്ന പിന്നെ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള സാധനങ്ങളെ അതിന് മൊത്തത്തിൽ കളക്റ്റീവായിട്ട് നമ്മൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ്, പിന്നെ അരിപ്പീടിയക്കാരൻ അയാൾ ഡീൽ ചെയ്യുന്നത് റൈസിലാണ് അയാൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ഫർണിച്ചർ ഷോപ്പുകാരൻ ഡീൽ ചെയ്യുന്ന ഫേർണിച്ചർ, അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ് അയാളെ ഗുഡ്സ്. വെജിറ്റബിൾസിൻ്റെ ആളാണെങ്കിൽ അയാൾ വെജിറ്റബിൾ ഷോപ്പാണെങ്കിൽ വെജിറ്റബിൾസിലാണ്, ഫ്രൂട്ടിൻ്റെ ഷോപ്പാണെങ്കിൽ അയാൾ ഫ്രൂട്ട്സിലാണ് അയാൾ ഡീൽ ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് അതാണ്. They refer to commodities which are purchased and are meant for resale. ആദ്യം വാങ്ങി, അതായത് പുനർവിൽപ്പന, വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനെ നമ്മൾ ഗുഡ്സ് എന്ന് പറയും. അത് പ്രത്യേകത തന്നെ ഓർക്കുക, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഫോർ സ്റ്റേഷനറി മർച്ചൻറ്റ്, ഒരു സ്റ്റേഷനറി പീഡിയക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷനറി ആർട്ടിക്കിൾസ് ലൈക്ക് പെൻ, പെൻസിൽ, ബുക്സ് എക്സെട്ര ആർ ദീസ് ഗുഡ്സ്. അയാൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഈ സാധനങ്ങളെയാണ്. ബട്ട് ഫോർ അതർ ബിസിനസ് ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ്. ബാക്കിയുള്ളൊരു ഷോപ്പുകാരൻ, ഇപ്പോൾ പിന്നെ ഈ ഫർണിച്ചർ ഷോപ്പുകാരന് പിന്നെ കുറച്ച് ഒരു പെന്നും കുറച്ച് പേപ്പറുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അയാളെ ഗുഡ്സ് അല്ല, അത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, അയാൾ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ പെന്നും പേപ്പറൊക്കെ വാങ്ങുന്നത്, കണക്കുകൾ എഴുതാനും മറ്റൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ അത് അയാളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. പക്ഷേ സ്റ്റേഷനറി ഷോപ്പുകാരന് ബുക്കും പെൻസിലും പെന്നൊക്കെ വാങ്ങുമ്പോൾ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് ആണ്. ലൈക്ക് വൈസ് ഫോർ എ ഫർണിച്ചർ ഡീലർ, ഫർണിച്ചർ ഐറ്റംസ് ലൈക്ക് ടേബിൾസ്, ചെയർസ് എക്സെട്ര ആർ ദീസ് ഗുഡ്സ്. ഒരു ഫർണിച്ചർ ഷോപ്പുകാരൻ പിന്നെ ടേബിളും ചെയറൊക്കെ വാങ്ങുമ്പോൾ അത് അയാളെ ഗുഡ്സ് ആണ്. ബട്ട് ഫോർ അതേഴ്സ് ഇറ്റ് ഇസ് എൻ അസറ്റ്. വേറെയുള്ള ആളുകൾ ഈ ഫർണിച്ചർ വാങ്ങണമെങ്കിൽ അത് അസറ്റ് വാങ്ങി എന്ന് പറയാം, അല്ലാതെ ഗുഡ്സ് വാങ്ങി എന്നല്ല പറയാം. They also include commodities purchased for manufacture and sales. ഈ ഗുഡ്സിൽ എന്തും കൂടി ഉൾപ്പെടും.
നമ്മൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വാങ്ങുന്ന റോ മെറ്റീരിയലും മറ്റും ഈ ഗുഡ്സിൻ്റെ ഭാഗമായി നമുക്ക് കണക്കാക്കാം. They also include commodities purchase. In accounting, they are called by different names such as purchases, sales, purchase returns and stock. ഇതൊക്കെ ഗുഡ്സുമായി ബന്ധപ്പെട്ട ഡിഫറെൻ്റ് അക്കൗണ്ട്സ് ആണ്. പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട്, സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത്. അടുത്ത ഡ്രോയിങ്സ്, പിൻവലിക്കൽ. അതായത് ബിസിനസ് മാൻ ക്യാഷ് പിൻവലിക്കുമ്പോൾ അതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ അതർ അസറ്റ്സ് വിഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഒരു ഓണർ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ക്യാഷോ മറ്റ് അസറ്റ്സോ പിൻവലിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡ്രോയിങ്സ് എന്ന് പറയാം. അടുത്ത പർച്ചേസസ് is an expense incurred for procurement of goods in business. ബിസിനസ്സിൽ പിന്നെ പ്രൊക്യൂർ ചെയ്യാൻ വാങ്ങുന്ന ആകെയുള്ള സാധനങ്ങളെയാണ്, അതുമായി ബന്ധപ്പെട്ട ചെലവിനെയാണ് നമ്മൾ പർച്ചേസസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാഷ് പർച്ചേസസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ്. അതിൽ രണ്ടും ഉൾപ്പെടുത്തുന്നു, ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും. സ്റ്റോക്ക്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം അതുവരെയും വിറ്റിട്ടില്ലാത്ത ഗുഡ്സിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അൺസോൾഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എക്സെട്ര. ഇതെല്ലാം അതിൻ്റെ ഭാഗമായി വരും. ഇതുവരെ വിറ്റിട്ടില്ലാത്ത ഗുഡ്സ് ഉണ്ടാവും, അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാവും. ഈ അസംസ്കൃത വസ്തുക്കൾ ശരിക്കുള്ള റിയൽ പ്രൊഡക്റ്റ് ആവുന്നതിന് മുൻപ് എത്തി നിൽക്കുന്ന അവസ്ഥയാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഈസ് ഓൾസോ കോൾഡ് ഇൻവെൻട്രി. സ്റ്റോക്കിന് മിക്കപ്പോഴും അക്കൗണ്ടിങ് പറയാറുള്ളത് ഇൻവെൻട്രി എന്നാണ്. ഇൻവെൻട്രി അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിൻ്റെ അവസാനം ബിസിനസ് കിടക്കുന്ന സ്റ്റോക്കിനെയാണ്. വൈൽ ദി സെയിം അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ ഈസ് കോൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ കിടക്കുന്ന സ്റ്റോക്കിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഡെറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. ഇനി ആരാ ഡെറ്റർ? നമുക്ക് കാശ് തരാനുള്ള ആളെയാണ് ഡെറ്റർ എന്ന് പറയും. ഡെറ്റർ അതിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് അക്കൗണ്ട്സ് റിസീവബിൾ. അക്കൗണ്ട് റിസീവബിൾ എന്നാൽ ക്യാഷ് റിസീവബിൾ എന്നുള്ള രീതിയിൽ കിട്ടാനുള്ള ക്യാഷ്. എ ഡെറ്റർ ഈസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദി ബിസിനസ് ആസ് ഹി ഹാസ് റിസീവ് സം ബെനിഫിറ്റ് ഫ്രം ദി ബിസിനസ്. ബിസിനസ്സിന് കാശ് തരാനുള്ള കാരണം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിൽ നിന്ന് എന്തോ ഒരു ബെനിഫിറ്റ് അയാൾ കിട്ടിയിട്ടുണ്ടാവും. ഒന്നുകിൽ സാധനം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സേവനം കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ക്യാഷ് അപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല, പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ ആളെയാണ് നമ്മൾ ഡെറ്റർ എന്ന് വിളിക്കുക. The amounts due from different persons are totaled on the closing of the accounting period and are shown under the heading sundry debtors or account receivable on the asset side of the balance sheet. അപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അവസാനം ഒരുപാട് ആളുകളുടെ അടുത്ത് കാശ് കിട്ടാണ്ടാവും. അവരെല്ലാവരെയും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം, സൺട്രി ഡെറ്റേഴ്സ് ഓർ അക്കൗണ്ട് റിസീവബിൾ എന്ന് വിളിക്കാം. അന്ന് ഡെറ്റേഴ്സ് നമുക്ക് കാശ് തരാനുള്ള ആൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്രെഡിറ്റേഴ്സ്. അക്കൗണ്ട്സ് പേയബിൾ. എ ക്രെഡിറ്റർ ഇസ് എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് കാശ് കൊടുക്കാനുള്ള ആളാണ് ക്രെഡിറ്റർ എന്ന് വിളിക്കുക. ആസ് ഹി ഹാസ് ഗിവൺ സം ബെനിഫിറ്റ് ടു ബിസിനസ്. ബിസിനസ് അയാളുടെ അടുത്ത് നിന്ന് ഒരു ബെനിഫിറ്റ് പിന്നെ പറ്റിയിട്ടുണ്ട്, അയാളുടെ അടുത്ത് നിന്ന് ഒരു ബെനിഫിറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായി ബിസിനസ് എന്ത് ചെയ്യണം, അയാൾക്ക് കാശ് കൊടുക്കണം. ഇതുവരെ കൊടുത്തിട്ടില്ല, ബിസിനസ് അങ്ങോട്ട് കാശ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും, ക്രെഡിറ്റർ എന്ന് വിളിക്കും. നമ്മൾ കാശ് കൊടുക്കാനുള്ള ആൾ നമ്മൾ ക്രെഡിറ്റർ. The amounts due to various persons are totaled on the closing of the accounting period and are shown under the head sundry creditors or accounts payable on the liability side of balance sheet. Balance sheet liability സൈഡിലാണ് കാണിക്കുക. ഇയർ എൻഡിങ്ങിൽ നമ്മൾ ആർക്കൊക്കെ കാശ് കൊടുക്കണ്ടോ അതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. ആ ടോട്ടലിലാണ് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് പേയബിൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇവരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടാം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടൊരു പിന്നെ അടുത്ത സ്ലൈഡുകൾ നോക്കിക്കോളൂ. ആരാണ് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആരാണെന്നാണ്. നോക്കൂ, ഒരു ഫോട്ടോ നോക്കൂ. നമ്മൾ ദിലീപിൻ്റെ ഒരു പഴയ സിനിമയാണ്. ദിലീപിനെ നോക്കി നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും കാരണം ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുക ആരായിരിക്കും, സ്വാഭാവികമായിട്ടും കാശ് കൊടുക്കാനുള്ള ആളായിരിക്കും. ഇവർ നേരെ വന്നിങ്ങനെ ഒരു വാണിങ്ങിൻ്റെ രീതിയിൽ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ബാക്കിയുള്ള ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ അവരാരായിരിക്കും ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ദിലീപ് ആരായിരിക്കും, ഡെറ്ററായി. ദിലീപ് ഡെറ്ററാണ്, കാശ് തരാനുള്ള ആളാണ്, അതുകൊണ്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരോ ക്രെഡിറ്റേഴ്സ് ആണ്, അവർ കാശ് ചോദിക്കാൻ വന്നവരാണ്. ഓക്കെ, then ഡെറ്ററും ക്രെഡിറ്ററും. ഓക്കെ, then നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.